നമസ്കാരം. കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ പുലർച്ചെ തന്നെ പുറപ്പെട്ടു. ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആട്ടും കൂടാണ് കേട്ടോ. അപ്പോൾ ഒരു പീസായിട്ടാണ് കൊണ്ടുവന്നുള്ളത്. 8.6 സൈസ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇടുക്കിയിലാണുള്ളത് കേട്ടോ. ഇടുക്കിയിൽ സ്ഥലം എനിക്ക് ചോദിച്ചാൽ ഇപ്പോൾ ഓർമ്മയില്ല. കുറച്ച് നാളായി ഇപ്പോൾ നമ്മൾ കൂട് പണിതിട്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷത്തിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞില്ല, 8 അടി നീളം, 6 അടി വീതി, കൂടിൻ്റെ ഉള്ളൂര് 5 അടി, കാലുയരം 2 അടി കേട്ടോ. കാല് 2 അടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കയറാനുള്ള റാമ്പ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ പുല്ലൂടുണ്ട്. അപ്പോൾ തീറ്റപ്പാത്രം ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുല്ലൂട് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ കൂട് കൊണ്ടുവരുമ്പോൾ എല്ലാവരോടും നമ്മൾ പറഞ്ഞില്ല, ഇവർ കണ്ടിട്ടൊന്നുമില്ലല്ലോ, നമുക്ക് ഈ വീഡിയോ കണ്ടിട്ടുള്ള അറിവല്ലേ ഉള്ളൂ. അപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൾ മുഖത്തേക്ക് തന്നെ പറഞ്ഞു കേട്ടോ. ചിലവർ പറയില്ല. അപ്പോൾ ചേട്ടനോട് പ്രത്യേകം പറഞ്ഞു, രവിനെ നന്നായിൻ്റെ കൂട് ആൾ പ്രതീക്ഷിച്ചതിനായിട്ടും ഒരു ഇരട്ടി എന്താ പറയുക ക്വാളിറ്റിയിലാണ് പണിതുള്ളതെന്ന് ആൾ പ്രത്യേകം എന്നോട് പറഞ്ഞു. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ കസ്റ്റമർ ഇഷ്ടപ്പെടണതാണ് നമ്മളുടെ ആവശ്യം. നമ്മൾ കൊണ്ടുവന്നിട്ട് 100 കുറ്റം പറയാനായിട്ട് നല്ലത് നമ്മൾ പണിയാതിരിക്കല്ലേ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്തുള്ളത്. അടിയിലൊക്കെ ആംഗ്ലറാണ് കൊടുത്തുള്ളത്. പിന്നെ കാല് റൗണ്ട് പൈപ്പ് ചെയ്തുള്ളത്. ആൾ പ്രത്യേകം പറഞ്ഞു റൗണ്ട് പൈപ്പ്. ഞങ്ങൾ ആംഗ്ലറിൽ ചെയ്യാറുണ്ട്, റൗണ്ട് പൈപ്പും ചെയ്യാറുണ്ട്. അപ്പോൾ ആൾക്ക് കാല് റൗണ്ട് പൈപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഷീറ്റ് നമ്മൾ 0.35 ഷീറ്റ് യൂസ് ചെയ്തുള്ളത്. ഫ്ലോർ 2x2 ഉണ്ടാകും. നല്ല ക്വാളിറ്റിയുള്ള ഫ്ലോർ കേട്ടോ. നമ്മളിപ്പോൾ വരുന്നതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഫ്ലോറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ അത് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കും. ചെറിയ കൂടൊക്കെ ആണെങ്കിൽ ഞാൻ 2 കൊന്നൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപൂർവം. പക്ഷേ വലിയ കൂടുകളൊക്കെ ആകുമ്പോൾ ഞാൻ എപ്പോഴും 2x2 തന്നെ ചെയ്യുള്ളൂ, വേറെ ഒന്നല്ല. ഇപ്പോൾ ആട് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്ന ടൈമിലൊക്കെ ഫ്ലോറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റി നല്ല പരിക്ക് കിട്ടും. കയറുന്ന ആൾക്കും പരിക്ക് കിട്ടും, ആടിനും പരിക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിഭാഗത്തൊരു കോംപ്രമൈസും ഇല്ല. അടിഭാഗമൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ളൂ. 1 കാലം ആംഗ്ലറിട്ടാണ് ചെയ്യുക. പിന്നെ അത് 1.5 കാലമൊക്കെ ചെയ്യാറുണ്ട്. അത് റേറ്റ് കുറച്ച് വ്യത്യാസം വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് ക്വാളിറ്റി കൂട്ടും. പിന്നെ സൈഡ് മെഷൊക്കെ 6mm മെഷ. പിന്നെ ഇത് ചെയ്യണ്ട, ഈ ഒരു പാർട്ടീഷൻ ആൾക്ക് ഊരി മാറ്റാൻ പറഞ്ഞു. ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ 2 കള്ളിയാക്കാം, അല്ലെങ്കിൽ ഒറ്റ കള്ളിയാക്കാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തുള്ളത്. 2 ഡോറ് കൊടുത്തിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ ആൾക്കൊരു ചെറിയ കുട്ടികളൊക്കെ ഇടാൻ വേണ്ടി ചെറിയ സ്പേസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആണ് അതിൻ്റെ ഇടയിൽ 2 കള്ളി നമ്മൾ ചെയ്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പൊതുവേ നമ്മൾ 2 പാർട്ടീഷനെ ചെയ്യാറുള്ളൂ. പിന്നെ ഇതുമാതിരി കസ്റ്റമർ പറയുമ്പോൾ ചെയ്തെടുക്കും. ഇനി ഇടയിൽ ഈ പൈപ്പ് കൊടുത്തുള്ളത് ആൾക്ക് ഇങ്ങനെ ആടിനെ കെട്ടണം എന്ന് പറഞ്ഞിട്ട് ചെയ്തുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ പൈപ്പ് ഒന്നും ഇടാറില്ല ഇടയിൽ. ആ പുല്ലൂടിൻ്റെ ഇടയിൽ തലയിടുന്ന ഭാഗത്ത് ഓപ്പണായിട്ട് കൊടുക്കാറ്. പിന്നെ ക്വാളിറ്റിയുള്ള റാമ്പ് തരാം, നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തുള്ളത്. അതായത് അടി ഫുള്ള് ആംഗ്ലറാണ്, 1 കാലം ആംഗ്ലറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ബഡ്ജറ്റ് കുറയാന്ന് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പൈപ്പിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. റേറ്റ് കുറയാൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പൈപ്പിലും ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാലും ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ഇഷ്ടമായി ചെയ്തു. പോരുമ്പോൾ ഞങ്ങൾക്ക് ചക്കയൊക്കെ തന്നു. എന്നോട് പറഞ്ഞു എത്ര ചക്ക വേണമെങ്കിൽ ഇട്ടുകൊടുക്കണം പറഞ്ഞു. അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആള് എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു 4 ചക്കയൊക്കെ തന്നു. വലിയ ചക്ക കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത്ര വലിപ്പമുള്ള ചക്ക കാണുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സൈസാണല്ലോ ഇത്. പിന്നെ ഇതിൽ വേസ്റ്റ് ട്രേ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. വേസ്റ്റ് ട്രേ ചെയ്യാൻ ഞാൻ വേറെ ഒന്നല്ല, അവർക്ക് അവിടെ അടിയിൽ കണ്ട അങ്ങനെ ഒരു ഇതുണ്ട്, പരിക്കിനിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൽ ക്ലീൻ ചെയ്യാൻ അവർക്ക് അതാ സൗകര്യം എന്ന് പറഞ്ഞു. പിന്നെ ആൾക്ക് അത്യാവശ്യം പറമ്പുണ്ട്. അപ്പോൾ കൊണ്ടിടാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വേസ്റ്റ് ട്രേ മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ സൗകര്യക്കുറവുള്ളവർക്കൊക്കെയാണ് നമുക്ക് വേസ്റ്റ് ട്രേ കാര്യമുള്ളൂ. അപ്പോൾ നിലത്ത് വീഴുമ്പോൾ ഇനി മഴക്കാലമൊക്കെ വരുമ്പോൾ അത് കൊണ്ടിടാൻ സൗകര്യമൊന്നുമില്ല. ഇതാകുമ്പോൾ നേരെ വടിച്ചെടുത്ത് ചാക്കിലാക്കിയിട്ട് ഉണക്കി എടുക്കാനൊക്കെ സൗകര്യം. പിന്നെ എങ്ങനെയാലും ക്ലീൻ ആക്കാൻ സൗകര്യമുണ്ട്. 3 അടി 2 അടി ഉണ്ടല്ലോ, കാലു 2 ഉണ്ട്, ക്ലീൻ ചെയ്യാൻ സൗകര്യം. പിന്നെ വലിയ കൂടൊക്കെ നമ്മൾ 5 അടി 6 അടിയിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആകുമ്പോൾ കുമ്പിടാണ്ട് നേരെ വന്നിട്ട് ഇതാവും. ഇത് പിന്നെ അത്ര വലിയ വലിപ്പമില്ല, ചെറിയ കൂടല്ലേ. അടിയിൽ നിന്നൊരു വൈപ്പറിട്ട് വലിച്ചാലും കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കൂടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ. എന്താ പറയുക, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ നല്ലത്. ചിലപ്പോൾ വിളിച്ചാൽ കിട്ടുമെന്ന് വരില്ല, വീട്ടിൽ റേഞ്ച് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ 2 നമ്പർ കൊടുക്കാറുണ്ട് ഞാൻ. 2 നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് വിട്ടാലും മതിട്ടാ. ഉണ്ട് അവരെ പഴയ കൂടണത്, ആ കൂട്ടിൽ നിന്നാണ് നമുക്ക് ഇതിലേക്ക് മാറ്റാൻ പോകുന്നത് കേട്ടോ നാട്ടിനെ. ഇപ്പോൾ ഒരു കൊല്ലത്തിലായിക്കൊണ്ട്.
വേണ്ട, ഈ കൂട്ടിലാണ് ആട് കിടന്നിരുന്നത്. പിന്നെ അതിലേക്ക് മാറ്റണം. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ പരമാവധി എല്ലാവരും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഷെയർ ആണ് നമ്മളുടെ വർക്കിൻ്റെ വിജയം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.